ഇന്ന് 2 ലോഡ് മെറ്റലൊന്നും അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ പീറ്ററെ. അച്ഛനെ പള്ളിയിൽ അന്വേഷിച്ചു കണ്ടില്ല. ഞാൻ ഇവിടെ സ്കൂളിലെ പണി നടക്കല്ലേ, അവിടം വരെ ഒന്ന് പോവാന്ന് വെച്ചു. കുർബാന കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. കപ്പ്യാര് പെണ്ണ് കെട്ടാൻ പോട്ടെന്ന് കേട്ടില്ലച്ചോ. കെട്ടട്ടെ പീറ്ററെ, എല്ലാവരും കെട്ടട്ടേന്നേ. കപ്പ്യാര് ഇത്ര നാളും കെട്ടാണ്ടൊക്കെ നടന്നില്ലേ, ഉനി കുടുംബമായിട്ടൊക്കെ ജീവിച്ചിട്ട് അതിന്റെ സുഖമൊക്കെ ഒന്ന് അനുഭവിക്കട്ടെ. കപ്പ്യാരെ, ഒരു കാര്യം ഞാൻ പറയാം. കല്യാണം നിശ്ചയിച്ചിട്ടില്ലെങ്കിലേ അത് ഒഴിവാക്കുന്നത് നല്ലത് കേട്ടോ. എന്റെ അനുഭവം വെച്ച് ഞാൻ പറയാണ്. അയ്യോ അച്ചോ, ഒരു മിനിറ്റ്, ഞാൻ ആ ടൈപ്പ് എടുക്കാൻ മറന്നു. വേഗം എടുത്തിട്ട് വാ. കല്യാണം കഴിച്ച എല്ലാ തെണ്ടികൾക്കും പറയാനുള്ളതാ, എന്നാ പോയി കല്യാണം കഴിക്കുകയും ചെയ്യും. എല്ലാ സുഖം അനുഭവിച്ചിട്ടേ ബാക്കിയുള്ളവന്റെ കല്യാണം മുടക്കാൻ നടക്കുക തെണ്ടി പരീക്ഷകള്. ശാന്തമാണെന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല അച്ഛോ. കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ചെയ്തോളൂ കേട്ടാ, അതിനൊരു മുടക്കം വരുത്തരുത്. പിന്നെ ആരുടെയും പക്ഷം നീ പിടിക്കരുത്. എല്ലാ വീട്ടിലും ഉണ്ടെന്നേ ഈ ഇണക്കവും പിണക്കൊക്കെ. അവിടെ അമ്മയും അവളും മാത്രമല്ലേ ഉള്ളൂ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഭൂകമ്പ പോലത്തെ വഴക്കുണ്ടാവുമ്പോ അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. എന്താ ചെയ്യാ, ഉണ്ണാത്തവനെ ഇല കിട്ടാണ്ട്, ഉണ്ടോനാണെങ്കിൽ പായ കിട്ടാണ്ട്. കിട്ടിയോ? കിട്ടിയച്ചാ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്, ഭിന്നത ഉളവാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. മനസ്സിലായില്ല. അക്കാലത്ത് യേശു ശിഷ്യരോട് അരുളി ചെയ്തു, ഭൂമിയിൽ സമാധാനം നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? എന്നാൽ അല്ല. ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഒരു വീട്ടിലുണ്ടായിരിക്കും. മകൾ അമ്മയ്ക്കെതിരായും അമ്മ മകൾക്കെതിരായും ഭിന്നിക്കും. കർത്താവിന്റെ സുവിശേഷം. അച്ചോ, എന്റെ വിവാഹത്തിന് ഇതൊന്നും തടസ്സമല്ലല്ലോ അച്ചോ. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല കപ്പ്യാരെ. ദൈവത്തിന് നിന്നെ കുറിച്ച് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കും. പിന്നെ ഇതിന്റെ പേരില് മണിയോടെ ഒന്നും കുറയ്ക്കണ്ടേട്ടാ. അപ്പൊ എല്ലാം ദൈവനിശ്ചയാണെന്ന് കരുതി മുന്നോട്ട് പോവാം അല്ലേ അച്ഛോ? പീറ്ററെ, നമ്മുടെ സ്പൂണില്ലേ, സ്പൂണ് കൊണ്ട് അവിയൽ കറി കോരി കഴിക്കുന്ന പോലെയാണ് നമ്മുടെ ജീവിതം. ശല്യം ഉണ്ടാക്കാനേ പ്രശ്നങ്ങളുടെ മുരിങ്ങാക്കോല് ഇടയ്ക്കിടയ്ക്ക് സ്പൂണിൽ കയറി വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? മുരിങ്ങാക്കോല് എടുത്ത് കളയില്ലല്ലോ. പിന്നെന്താ ചെയ്യാ? നമ്മൾ ആ സ്പൂൺ അങ്ങോട്ട് മാറ്റി വെക്കും, എന്നിട്ട് കൈകൊണ്ട് എടുത്ത് അങ്ങോട്ട് കഴിക്കും. കാരണം എന്താ? മുരിങ്ങാക്കോലിന്റെ കേമത്തരം നമുക്കറിയാലോ. അതുകൊണ്ടാണ് ഞങ്ങൾ അച്ഛന്മാർ ഇത് കഴിക്കാണ്ട് നടക്കുന്നത്. ശരി അച്ചോ. എന്നാ ശരി പീറ്ററെ. ശരി അച്ഛോ. എന്താ മച്ചിക്ക് എടുക്കണേ? എന്തൊക്കെ എടുക്കണേ? വയ്യ മോളെ, വല്ലാത്ത തളർച്ച. വലതു കൈക്ക് ഭയങ്കര വേദനയാ മോളെ. അതെന്റെ അമ്മച്ചേ വലതുവശം ചെരിഞ്ഞു കിടന്നിട്ടാ. എന്റെ അമ്മച്ചിക്ക് ഞാൻ തൈലം പറ്റിത്തരാ. പീറ്റർ എന്തേ മോളെ? ആരെ കാണാനായിട്ട് പുറത്തു പോയിട്ടുണ്ട്. മക്കളോ? അവര് വല്യപ്പിന്റെ അവിടെ ഉണ്ട്. വാ. അമ്മ, അമ്മേ, അപ്പം വന്നമ്മേ. അപ്പം വന്നോളും, നീ വല്ലതും കഴിക്കാൻ നോക്ക്. അവർക്ക് എന്തിനടി കഴിക്കാന്? അവർക്ക് ഇടിയപ്പം വെച്ചിട്ടുണ്ട്, അപ്പം മുട്ടക്കറിയും. ചേച്ചിമാരെവിടെ മോനെ? അവരെവിടെ ഉണ്ടാവാൻ മാമോ? മക്കള് വന്നോ? അപ്പൊ അവൻ ഭക്ഷണം കഴിച്ചോടി. കൊടുക്കുന്നുണ്ട് അവിടെ. മോളെ നീ വാ, വന്ന് ചായ കുടിച്ചേ. ഞങ്ങള് കഴിച്ചാ മാമേ. അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി മാറി ചട്ടമുണ്ട് അവിടെ. മോളെ കട്ടിലിനടിയിൽ എവിടെയാലും കാണും, നീ കണ്ടില്ലേ? അവിടെ കാണും. ഇച്ചായ അന്ന് വരുമ്പോ ആ ചെടി ഉണ്ടായില്ല, നമുക്ക് പോകുമ്പോ കൊണ്ടുപോട്ടാ. ഞാൻ അവിടെ വല്ല സ്ഥലം ഉണ്ടാ വീട്ടില് ശരിയൊക്കെ ആയിട്ട്? എന്നെ കൊണ്ട് തോറ്റു. പ്രിൻസി ആന്റി, വാ ആന്റി. എന്താ സംസാരിക്കണം.
ആ തോണിയാ വാ മോളെ മക്കളെ വായോ വായോ വാ എന്താടെ പിള്ളേ നീ സുന്ദര കുട്ടപ്പനായല്ലോ ചേച്ചി ഇന്നലെ ഞാൻ ചേച്ചിയുടെ സ്വപ്നം കണ്ടു ചേച്ചി. അതെങ്ങനെ കരയണ നീയേ ചേച്ചി ചത്തുന്നാണോ? ഇവളിന്ന് തന്നെ ഉറക്കിയിട്ടില്ല ചേച്ചി, അതുകൊണ്ട് ഞാൻ കാലത്തന്നെ ഇങ്ങോട്ട് പോന്നത്. ഇരിക്കട്ടോണിയെ ഞാൻ ചായ എടുക്കാം. വായോ നീ വായോ. വാ വാ ഞങ്ങളുടെ പുതിയ പൂച്ചയെ കാണിച്ചിരേ. വാ വാ കണ്ടോ നല്ല പൂച്ച സുന്ദര. ഇവൻ ഒന്നും ചെയ്യില്ല. വാങ്ങിയേ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച പുതിയതായിട്ട് തുടങ്ങിയ പെറ്റ് ഷോപ്പ് കൊട്ടാരമറ്റത്തുള്ളതാ. പേര് ഇതിന്റെ മിക്കു. മിക്കു മിക്കു ഭയങ്കര കുസൃതിയാ. നാരങ്ങ പാല് ചൂണ്ടക്ക് 2 ഇലകൾ പച്ച. നിന്റെ വർക്ക്ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നു ടോണി? കുഴപ്പമില്ലാതെ പോകുന്നു അമ്മച്ചി. ഇപ്പോഴും വാടകയ്ക്ക് തന്നെയല്ലേ? അതെ അമ്മച്ചി. ഈ വാടകയും കൊടുത്തിട്ട് വീട്ടിലോട്ട് വല്ലതും കിട്ടുവാടാ? അത് മതി അമ്മച്ചി, നമ്മൾ 10 രൂപയായി നമ്മൾ ജീവിക്കും. അത് നിങ്ങളെ കണ്ടാലും അറിയാം. തളവി ഉണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ടോണിച്ച് ഒരുവിധം കടിച്ചു പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതൊന്നും കാര്യാക്കണ്ട മോളെ, ആ തള്ളേരെ സ്വഭാവം അറിയാലോ. ചേച്ചിയായിട്ട് അതൊക്കെ സഹിക്കുന്നുണ്ട്. ഞാനാണെങ്കിലേ ഒരു കുഴി തോടിയിട്ട് ആ കുഴിയിലിട്ട് മൂടിയനെ ആ പേറ്റ തള്ളേനെ. എന്റെ വിധി മോളെ, അല്ലാതെ എന്ത് പറയാൻ. നീ എന്താടാ ആകെ കുറഞ്ഞിരിക്കുന്നത്? കൊറഞ്ഞിരിക്കേ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തൊട്ട് വർത്താനം ഈ പറയണത്? എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കാം. ഞങ്ങൾ എന്ന് വന്നാലും ഇതുപോലെ കുത്തി നോക്കാണ്ട് ഞങ്ങളെ പറഞ്ഞു വെച്ചിട്ടുണ്ടാ? ഞങ്ങൾ എന്തു ദ്രോഹം നിങ്ങളോടൊക്കെ ചെയ്തത്? മോളിപ്പൊന്നും പറയാൻ നിൽക്കണ്ട. എന്തുട്ട് പറയണ്ടെന്നാ ചേച്ചി പറയുന്നത്. അവനെ ചാൾസ് രാജകുമാരന്റെ മോനൊന്നല്ല, ടോണിച്ചന്റെ മോനാ. ടോണിച്ചൻ കറുത്തിട്ട, ഞാനും കറുത്തിട്ട, അപ്പൊ ഞങ്ങളുടെ മക്കളും കറുത്തിട്ട് തന്നെയാവും. ഇഷ്ടമുണ്ടെങ്കിൽ കയറ്റിയാൽ മതി. ചേച്ചീനെ ഒന്ന് കാണാമെന്ന് എന്ന് വന്നാലും തള്ളേരെ സ്വഭാവം ഇതാ. പ്രിൻസി, നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. അല്ല ടോണിച്ച, ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലേ? ഇവിടെ നമ്മൾ ശ്രമിക്കാൻ പറ്റുമോളെ. എന്തെങ്കിലും പറഞ്ഞാ ചേച്ചിക്ക് അതിന്റെ കേട്. നമുക്ക് പോവാ പ്രിൻസി. ഒരു മിനിറ്റ് ടോണിച്ച. അതെ, നിങ്ങളോടാ. അന്നകുറിശിങ്ങല്ലേ വീട്ടുകാരെ കുറച്ച് കറുത്തിട്ടാ, പക്ഷെ മാന്യതയ്ക്കൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. അന്തസ്സായിട്ടാണ് ഞങ്ങളുടെ ചേച്ചീനെ ഈ കുടുംബത്തേക്ക് പറഞ്ഞത്. ആ അന്തസ് നിങ്ങൾ കാണിച്ചിട്ടില്ല, അതാണ് സത്യം. പിന്നെ തോലി വെളുപ്പിലും കാശിലൊന്നും വലിയ കാര്യമില്ലെന്ന് ചത്ത ഈ മണിക്കന്നെ എല്ലാവരും പോണത്. എന്നിട്ട് പുഴു തളക്കിനെ പോലെ തളക്കിയ തള്ള. ഇനി നിങ്ങളുടെ ശവമെടുപ്പ് നടത്താതെ ഞങ്ങൾ ഈ കുടുംബത്തിൽ വരുന്നു വിചാരിക്കണ്ട. മനസ്സിലായോ പരട്ട തള്ളേ? നമുക്ക് പോവാ ടോണിച്ച. മോളെ ചേച്ചിയോട് ക്ഷമിക്കും മോളെ. ചേച്ചി അത് പുത്തരിയൊന്നല്ല. മാണിക്കായിട്ടുള്ള അംഗത്തിൽ ഒരുങ്ങി മറ്റു വാട വേണ്ട അന്ന് ഞാൻ പറഞ്ഞിരുന്നാണ് ഇനി നിന്നെ കാണാൻ വരുമ്പോ നിന്നെ പുതപ്പിക്കാൻ ഒരു പാടി കൊണ്ടുവരും. എന്റെ പണയടപാട് പോലെയല്ല എന്റെ അടിയടപാട്. ഇഞ്ഞാട്ടിക്കടാ, വലത്താട്ടിക്കടാ, വലത്താട്ടിക്കടാ പന്നി. പയ്യനെ നീ പോലീസിനെ കൊണ്ട് അടിപ്പിക്കല്ലേ? നമ്മളില്ലേ അവ എന്നെ വിളിച്ചേർത്തില്ല കേട്ടത്. ഇപ്പൊ വലതു ഭാഗവും കാണാം, ഇടതു ഭാഗവും കാണാം. നമ്മൾ ഒരു വരവിടെ വരേണ്ടി വരും. നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി.